പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കുള്ളിലും പിന്നെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തുമാണ് എന്നുള്ളത് പറയുമ്പോൾ ആ കാര്യത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ തട്ടിപ്പിന് വെട്ടിപ്പിന് കാര്യത്തിൽ ഇവരുടെ സ്റ്റാൻഡ് എന്താണ്? ശബരിമല ഇഷ്യൂ ഒരു ക്ലോസ് ചാപ്റ്റർ അല്ല, അതൊരടഞ്ഞ അധ്യായമല്ല. അതിനകത്ത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. കോടതി ഇന്നും നിരീക്ഷിച്ചത് SIT കുറ്റപത്രം ഉൾപ്പെടെയുള്ള സമർപ്പിക്കുന്ന കാര്യത്തിലുണ്ടാകുന്ന വീഴ്ചകളെ സംബന്ധിച്ച ഒന്ന് ഗവൺമെന്റ് ശ്രമിക്കുന്നത് കൂടുതൽ ആളുകളെ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ അവരെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രഷർ SITയുടെ മേലെ കൊടുക്കുകയാണെന്നുള്ള സംശയമാണ് കോടതിക്ക് പോലും ഉണ്ടാകുന്നത്. ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിപ്പോൾ ഞങ്ങളാരും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കേസല്ല. കോടതി തന്നെ നേരിട്ട് ഇടപെട്ടതും കോടതി തന്നെ SITയെ നിയോഗിച്ചതും കോടതി നിയോഗിച്ച SIT ആയതുകൊണ്ടാണ് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നത്. CPM അതിനകത്തൊക്കെ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇത്തരം വലിയൊരു അഴിമതി നടത്തി ശബരിമലയിലെ ഒരു ആ കൊള്ളക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ, ആ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ പാർട്ടി എല്ലാം മൈറ്റു വെച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുക, പാർട്ടിയിൽ നിന്നൊരു നടപടി എടുക്കാതിരിക്കുക, ഒരു ഷോക്കോസ് പോലും ചോദിക്കാതിരിക്കുക. പക്ഷെ അതേസമയം പാർട്ടി ഒരു ധീരനായ രക്തസാക്ഷിയുടെ പേരിൽ നടത്തിയ ആ പണപ്പിരിവിൽ പാർട്ടി നടത്തിയ വെട്ടിപ്പിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പാർട്ടി നിയോഗിച്ച ഓഡിറ്റർ എന്നുള്ള നിലക്ക് ഒരു ജില്ലാ കമ്മിറ്റി അംഗം പറയുമ്പോൾ പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കുള്ളിലും പിന്നെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തുമാണ് എന്നുള്ളത് പറയുമ്പോൾ ആ കാര്യത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ തട്ടിപ്പിന് വെട്ടിപ്പിന് കാര്യത്തിൽ ഇവരുടെ സ്റ്റാൻഡ് എന്താണ്? പിന്നെ ഒരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിന്റെ ലീഗിന്റെയോ സാമ്പത്തിക സോഴ്സിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ വലിയ ഓഡിറ്റർമാരാണ് ഇവരെല്ലാവരും. ഇവരുടെ നേതാക്കന്മാർ CAGയെ വെല്ലുന്ന ഓഡിറ്റർമാരാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും കാര്യം വരുമ്പോൾ. പക്ഷെ അവരുടെ പാർട്ടിയിലെ ഒരു കാര്യം അവരുടെ പാർട്ടിയുടെ തന്നെ നിയോഗിച്ച ഒരു ഓഡിറ്റർ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്നാണ് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ചോദിക്കുന്നത്.